രേണു സുധി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റിനെ അറിയോ? അപ്പോൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചതാണ്, അവരൊരു വിധവയാണ്. അപ്പൊ അവര് സംസാരിക്കുമ്പോൾ ആളുകൾ മുഴുവൻ പറയുന്നു അവരൊരു വിധവാ കാർഡ് ഇറക്കുകയാണ്. വൈൽഡ് കാർഡ് മാറിയോ ഇപ്പോ? അവരൊരു വിധവാ കാർഡ് ഇറക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരുപാട് ആളുകൾ അവർക്ക് എതിരെ ഭയങ്കര നെഗറ്റീവ്സ് പറയുന്നു. അവരവരുടെ ഭർത്താവിന്റെ ഐഡന്റിറ്റി വെച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭർത്താവിനെ വിറ്റ് ജീവിക്കുകയാണെന്ന്. പക്ഷെ വേറൊരു വിഭാഗം ആളുകൾ പറയുന്നു അവർ അത്രയും സ്ട്രോങ് ലേഡിയാണ്, ഭർത്താവ് മരിച്ചിട്ടും. എനിക്ക് എൻ്റെ മോളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെക്കാളും പ്രായമുള്ള ആൾക്കാർ എല്ലാവരെയും ഞാൻ കുഞ്ഞെന്ന് വിളിക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് ഞാൻ അങ്ങനെ വാത്സല്യത്തോട് കാണുന്നതാണ്. എൻ്റെ മോളെ കുറിച്ചും എന്നെ കുറിച്ചും ഒക്കെ ചീത്തയായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, എനിക്കതിൽ പ്രശ്നമില്ല. അതേപോലെ രേണു സുധിക്ക് എന്താണോ മനസ്സിലുള്ളത് പുള്ളിക്കാരുടെ രീതിയിൽ ശരിയായിരിക്കാം. അത് ഞാൻ ആരാണ് കമന്റ് ചെയ്യാൻ? ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ കുടുംബമായിട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ എന്തൊക്കെ ചീത്ത കിളവൻ എന്തിൻ്റെ അസുഖമാണ് ഇതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ചിരിക്കാൻ വരില്ല. ഈ മനുഷ്യർക്കെല്ലാം എവിടെ നിന്ന് കിട്ടുന്ന ഐഡിയ? ഇവരൊക്കെ സിനിമ എഴുതി കഴിഞ്ഞാൽ ഗംഭീര കഥയാവും. കാരണം അമ്മാതിരി കഥ എഴുതാൻ ഞങ്ങളെ പറ്റി. അതൊക്കെ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ വായിച്ചിട്ട് ചിരിക്കാറുണ്ടോ? പിന്നെ ഞങ്ങളുടെ ഏറ്റവും നല്ല എന്റർടൈൻമെന്റ് ഇമ്മാതിരി എഴുതുന്ന കുറെ പൊട്ടത്തരമാണ്. കാരണം ഇവര് ഈ ഫേക്ക് ഐഡിയ ആണെന്നുള്ളത് കണ്ടറിയാം. കാരണം ഒരു പോസ്റ്റും ഇല്ലാത്ത ആൾക്കാരാണ് ഈ കമന്റ് ചെയ്യുന്നത്. പൈസ വാങ്ങിച്ചിട്ടാണെന്ന് നന്നായിട്ട് അറിയാം. കാരണം അക്ഷരം കൂട്ടി എഴുതാൻ പോലും അറിയാത്ത ആൾക്കാരാണ്. നേരെ ചൊവ്വേ മലയാളം പഠിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് റെസ്പെക്റ്റ് എങ്കിലും തോന്നും. ഇത് അതുപോലും ഇല്ലാതെ